മക്കളെ SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ എന്തായാലും ഒന്നെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ 6 മാർക്കിനോ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ 6 മാർക്കിനോ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. സിമ്പിളാണ് ഈ 6 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ അതിൽ കുറച്ച് ചേഞ്ചസ് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. അത് ചെയ്യാണ് നല്ലത് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നേരെ ഡേറ്റ് വെച്ചാൽ തുടങ്ങുന്നത്. നിങ്ങൾ പ്ലേസും കൂടി എഴുതുക, എവിടെ നിന്നാണോ നിങ്ങൾ എഴുതുന്ന ആ സ്ഥലം നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് കൊടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ വെനസ്ഡേ ഡേ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് 19 ഏപ്രിൽ 1943 എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്. ഈ ബ്രാക്കറ്റ് എന്തായാലും വേണ്ട. മൈ ഡാർലിംഗ് എന്ന് വേണമെന്നില്ല, മിക്ക സമയത്തും ഡിയർ ഫ്രണ്ട് മതിയോ, ഒരു കോമയുടെ ഇത് തുടങ്ങാം, എക്സ്ക്ലമേഷൻ ഒന്നും വേണ്ട. എന്നിട്ട് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫ്രണ്ടിനോ നമ്മുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലൊക്കെ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇൻഫോർമൽ ഭാഷയിൽ കാര്യങ്ങളൊക്കെ പറയുക. അവസാനം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തില്ല, പക്ഷെ നിങ്ങൾ എഴുതണം. യോസ് ലവിംഗ്ലി കോമയിടുക, നിങ്ങളുടെ പേര് കൊടുക്കുക. നിങ്ങളുടെ പേര് പബ്ലിക് എക്സാമിന് ചെയ്യരുത്, XYZ എന്നല്ല എഴുതി വെക്കുക, നെയിം എന്ന് എഴുതി വെച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്ച്വൽ ചോദ്യം ട്രൈ ചെയ്ത് നോക്കാം. Vladislav Spilman, the Holocaust survivor and renowned pianist, writes a heartfelt letter to a close friend describing how music sustained his spirit and resilience during the darkest moments of World War II. അപ്പോൾ എങ്ങനെയാണ് World War II മൂപ്പര് ഒളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മ്യൂസിക് മൂപ്പര് ഹെൽപ്പ് ചെയ്തതെന്നാണ് ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നത്. പ്രിപ്പയർ ദി ലൈക്ലി ലെറ്റർ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോർമാറ്റ് പ്രകാരം എഴുതുക. ആദ്യം നിങ്ങൾ പ്ലേസ് എഴുതുക, ഡേറ്റ് എഴുതുക, പിന്നെ സാല്യൂട്ടേഷൻ, മൈ ഡിയർ ഫ്രണ്ട് അല്ലെ ഡിയർ ഫ്രണ്ട്. എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പറയാം. ചാപ്റ്ററിൽ മാക്സിമം ഡീറ്റെയിൽസ് ഫോർമുലൊക്കെ എഴുതണേ. ഒരു ജർമ്മൻ ഓഫീസർ ഉണ്ടായിരുന്നു, ആ ജർമ്മൻ ഓഫീസർ എന്നെ ഹെൽപ്പ് ചെയ്തു, ഒരു പിയാനോ വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പിയാനോ വായിച്ചു. ആ പിയാനോ വായിച്ച പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കുറച്ച് ഡീറ്റെയിൽസും കൂടെ ചേർക്കുക. പിയാനോ വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര ഉഷാർ വന്നത്, അത് ആ മ്യൂസിക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, കാര്യങ്ങളൊക്കെ മാക്സിമം പറയുക. പിന്നെ അവസാനം എന്ത് ചെയ്യുക, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി എന്നുള്ളവരും കൂടെ ചേർക്കുക. ഫ്രണ്ടിനൊക്കെ ആണെങ്കിൽ റിലേറ്റീവിനാണെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് ഒന്ന് ചേർത്തേക്കുക. യുവേഴ്സ് ട്രൂലി എന്നോ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നോ യുവേഴ്സ് ലവിംഗ്ലി എന്നോ യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി എന്ത് വേണമെങ്കിൽ കൊടുക്കുക, പേര് കൊടുക്കുക. വ്ളാഡിസ്ലാവ് സ്പിൽമാൻ അല്ലെ സ്പിൽമൻ എന്ന് കൊടുക്കുക. ഇതാണ് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. ഒന്ന് പഠിച്ചു വെക്കുക, സിമ്പിളാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതും കൂടി ചേർക്കണം കേട്ടോ. പരീക്ഷ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അവരെന്തോ ഒരു തട്ടിക്കൂട്ട് സാധനം കൊടുത്താണ്. ഇത് ഫോളോ ചെയ്താൽ മാർക്ക് കിട്ടില്ല എന്നല്ല, കിട്ടും, കാരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുകൊണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫോളോ ചെയ്യുക. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ന്യൂസ് പേപ്പർ എഡിറ്ററിനോ അല്ലെങ്കിൽ ഒരു ഫോർമൽ പൊസിഷനുള്ള ഒരാൾക്ക് എഴുതുകയാണ്. അപ്പോൾ അതിനുള്ള ഫോർമാറ്റ് പഠിച്ചു വെച്ചോളൂ. വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അയാളുടെ ഡീറ്റെയിൽസ് എഴുതുന്നത്. ദി എഡിറ്റർ, നെയിം ഓഫ് ദി ന്യൂസ് പേപ്പർ, ഹിന്ദു ആണ് ഹിന്ദു, പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ സ്ഥലം കൊടുക്കുക. സർ അല്ലെ ഡിയർ സർ അല്ലെ സർ അല്ലെ മാഡം എന്ത് വേണമെങ്കിൽ കൊടുക്കാം. സല്യൂട്ടേഷൻ എന്തായാലും വേണം. പിന്നെ എന്ത് ചെയ്യുക, നേരെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിക്കും കൊണ്ട് പറയുക, ബ്ലാ 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 കാര്യം പറയുക. സിൻസിയർലി നിങ്ങൾ എന്ത് ചെയ്യുക, SD എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിൻസിയർലി സിഗ്നേച്ചർ ഇടുക. ഇടരുത് സിഗ്നേച്ചർ, SD/ ഇത് കൊടുത്താൽ മതി. അങ്ങനെ തന്നെ ഇതുള്ള പോലെ തന്നെ എഴുതി വെക്കുക. സിഗ്നേച്ചർ സ്വന്തം ഇട്ട് വെക്കരുതേ, നെയിം എന്ന് എഴുതുക, പരിപാടി തീർക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സംഗതി. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ദി ഹൈ പ്രൈസ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് കീപ്സ് പുവർ വുമൻ അവേ ഫ്രം പ്രോപ്പർ മെൻസ്ട്രുവൽ ഹൈജീൻ. ഹാവിംഗ് റെഡ് ഫീനിക്സ് റൈസസ്, റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ ഡ്രോയിങ് ദി അറ്റൻഷൻ ടു ദി അതോറിറ്റീസ് ടു ദിസ് ഇഷ്യൂ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെങ്ങനെ എഴുതുക, നമ്മൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്ത് എഴുതുക. ദി എഡിറ്റർ ആർക്കാണോ എഴുതുന്നത്, ദ ഹിന്ദു കൊച്ചി സ്ഥലം എഴുതി വെക്കുക. സർ എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ വൃത്തിയും കൂടെ എഴുതി വെക്കുക. ഐ എം റൈറ്റിംഗ് ദിസ് ടു എക്സ്പ്രസ് മൈ ഡീപ് കൺസേൺ ഓഫ് ദ പുവർ സ്റ്റേറ്റ് ഓഫ് മെൻസ്ട്രുവൽ ഹൈജീൻ ബ്ലാ ബ്ലാ ബ്ലാ, സാനിറ്ററി നാപ്കിൻസ് ബ്ലാ ബ്ലാ കാര്യങ്ങളൊക്കെ പറയുക. അവസാനം സിൻസിയർലി SD/ നെയിം. ഓക്കെ. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വേറൊരു ഫോർമാറ്റ് ആയിരുന്നു ഫോളോ ചെയ്ത്, ടു ഫ്രം ഒക്കെ എഴുതി സബ്ജക്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ള ഫോർമാറ്റ് ആയിരുന്നു ഫോളോ ചെയ്തത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ രീതിയിലായതുകൊണ്ട് ഈ രീതിയിലുള്ള ഫോർമാറ്റ് ഫോളോ ചെയ്യാണ് നല്ലത്. പഴയ ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാതെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യുക. അതിൽ പഴയ ഫോർമാറ്റ് ഫോളോ ചെയ്തുകൊണ്ട് മാർക്ക് പോകുകയെന്ന് പോകുന്നില്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ പുതിയൊരു ഫോർമാറ്റ് ഈ രീതിയിൽ കൊടുത്തത് കൊണ്ട് നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യാണ് നല്ലത്. ഇൻഫോർമൽ ലെറ്റർ ഫോർമാറ്റ് നമ്മൾ കുറച്ച് മാറ്റിയത് അതിൽ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ടാണ്. അത് കംപ്ലീറ്റ് അല്ലായിരുന്നു, അവസാനം അവർ എഴുതി വെച്ചിട്ടില്ല എന്താണ് എഴുതേണ്ടതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡിഫിക്കേഷൻ വരുത്തിയത്. ഇത് നിങ്ങൾക്ക് പഴയ ഫോർമാറ്റ് ഫോളോ ചെയ്യാം, അങ്ങനെ ചെയ്താലും മാർക്ക് നിങ്ങൾക്ക് തരേണ്ടി വരും ടീച്ചർ. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോർമാറ്റ് ഫോളോ ചെയ്താലും മാർക്ക് തരേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഫോളോ ചെയ്ത്, സിമ്പിളാണ് കുറച്ചുകൂടെ, ഇത് ഫോളോ ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ. ബേസിക്കലി ഈ കണ്ടന്റിൽ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ മാക്സിമം ടെക്സ്റ്റ് ബുക്കിലെ ഡീറ്റെയിൽസ് അവിടെ ചേർക്കണം എന്നാണ് അതിൻ്റെ ബേസിക് ഐഡിയ. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ അരുണാചലം മുരുകനാഥിൻ്റെ കാര്യമൊന്നും ക്വസ്റ്റ്യനിൽ പറയണമെന്നില്ല, പക്ഷെ നിങ്ങൾ അത് ചേർക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാം, പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ എഴുതി വെക്കാം. ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യുക,
ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിലും ഫോർമൽ ലെറ്റർ ആണെങ്കിലും ആ 6 മാർക്കൊക്കെ എളുപ്പത്തിൽ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ടെന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് എന്താണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇൻഫോർമലിനും ഫോർമലിനും പഠിച്ചു വെക്കുക, ഫുൾ മാർക്ക് വാങ്ങിച്ചു വരാം. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.